ഒടുവിൽ നമ്മുടെ കൗൺസിലർ സുഗതന് നീതി ഭാഗികമായെങ്കിലും ലഭിച്ചിരിക്കുന്നു. സത്യവും നീതിയും ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാനാകില്ലെന്ന് വീണ്ടും നീതിപീഠം തെളിയിച്ചിരിക്കുന്നു. ഹൈക്കോടതിക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. കാപ്പ കേസിൽ വിയ്യൂരിൽ തടവിൽ കഴിയുന്ന സുഗതൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. നിലവിലെ കാപ്പ ബോർഡ് അംഗങ്ങൾ ഇടത് സർക്കാർ പ്രതിനിധികളാണ്. അവർക്കൊപ്പം യു ഡി എഫ് സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാർ കൂടി നിയമവകുപ്പ് കൂടി ചേരുന്നതോടെ സുഗതന് വിയ്യൂർ ജയിലിൽ നിന്നുള്ള മോചനം അടുത്തെങ്ങും സാധ്യമല്ല എന്നാണ്. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു നീക്കമായി ഇതാ BJP കൗൺസിലർ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിനുള്ളിൽ നടക്കും. ഹൈക്കോടതിയിലാണ് ഈ നിർണായകമായ ഉത്തരവ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ജയിലിലെ മതിൽക്കെട്ടിനുള്ളിൽ വച്ച് നടക്കുന്നത്. ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലാകും സത്യപ്രതിജ്ഞയ്ക്ക് ക്രമീകരണം ഒരുക്കുക. സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാനുള്ള അവകാശം ആർക്കാകും? മറ്റാരുമാകില്ല. അത് തിരുവനന്തപുരത്തിൻ്റെ മേയർ VV രാജേഷ് തന്നെയാകും സുഗതന് അഭിമാനപൂർവ്വം സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ആർ സുഗതൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള അവകാശവാദം വിനിയോഗിക്കപ്പെടേണ്ടതാണെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി സത്യപ്രതിജ്ഞയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും സൗകര്യങ്ങളും ലഭ്യമായിരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനും കർശന നിർദ്ദേശമാണ് നൽകിയത്. ചടങ്ങിനായി മേയർ VV രാജേഷും ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ഉദ്യോഗസ്ഥരും വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞു. കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ ചടങ്ങിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് ചടങ്ങിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകും. അതും കോടതിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങളിൽപ്പെടുന്നു. കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകും സത്യപ്രതിജ്ഞ ചടങ്ങും സംഘടിപ്പിക്കുക. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമപ്രകാരം തെറ്റല്ല. സുഗതനെതിരെ കാപ്പ ചുമത്തുന്ന അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരഞ്ഞെടുപ്പിന് മുമ്പാണ്. നാമനിർദ്ദേശ പത്രികയിൽ കേസ് വിവരങ്ങൾ നൽകിയിരിക്കുന്നില്ലേ എന്നും കോടതി ആരാഞ്ഞു. തിരഞ്ഞെടുപ്പിൽ സുഗതൻ വിജയിച്ച സാഹചര്യത്തിൽ ജനവിധി മാനിക്കേണ്ടതല്ലേ എന്നും കോടതി ചോദിക്കുന്നു. എന്തായാലും സുഗതൻ സത്യപ്രതിജ്ഞ പത്രികയിൽ തൻ്റെ കേസടക്കമുള്ള വിശദ വിവരങ്ങൾ രേഖപ്പെടുത്തിയത് എന്തായാലും ഹൈക്കോടതി അത് മാനിച്ചിരിക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കണമെന്ന സുഗതൻ്റെ ഹർജി അത് പരിഗണിച്ച തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കോടതി 13 മുതൽ 14 വരെ ജാമ്യം അനുവദിച്ചിരുന്നു. തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു സുഗതൻ്റെ അഭ്യർത്ഥന. എന്നാൽ കാപ്പ കേസിൽ മുൻ ഇടത് സർക്കാർ നിയമിച്ച അഡ്വൈസറി ബോർഡ് ശിക്ഷ ശരിവച്ച് 6 മാസത്തേക്കത് കാപ്പ തടവ് അതിന് അംഗീകാരം നൽകിയതോടെ സുഗതനെ ജയിലിൽ നിന്നും പുറത്തുവിടുന്നതിന് നിലവിലെ സർക്കാർ ശക്തമായി എതിർക്കുകയും ചെയ്തു. കാപ്പ നിയമപ്രകാരം തടവിൽ കഴിയുന്ന അങ്ങനെ ആർ സുഗതൻ്റെ സത്യപ്രതിജ്ഞ അതുകൊണ്ട് തന്നെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിനുള്ളിൽ തന്നെ നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചത്. ചട്ടപ്രകാരം ജയിലിനുള്ളിൽ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് നിയമ തടസ്സമില്ലെന്നും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്നുമൊക്കെ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് ഹൈക്കോടതി അതിൻ്റേതായ മെറിറ്റിലാണ് എടുത്തിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നതിന് കാപ്പ തടവിൽ നിന്നും ഇടക്കാല മോചനം അനുവദിക്കണമെന്ന സുഗതൻ്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ജയിലിൽ ഇതിനുള്ള അവസരമൊരുക്കാമെന്ന് സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. എന്തായാലും ചരിത്രപരമായ ഒരു നീക്കമാണ്. അങ്ങനെ ആർ സുഗതൻ്റെ പേരും കേരളത്തിലെ ജനപ്രതിനിധികളുടെ ആ പട്ടികയിൽ ചരിത്രത്തിൽ ഇടം നേടുകയാണ്. സുഗതനെതിരെ ചുമത്തിയിരിക്കുന്നത് നിരവധി കള്ളക്കേസുകളാണ്, വധശ്രമം അടക്കമുള്ള കള്ളക്കേസുകളാണെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന കാലത്ത് സുഗതൻ വാഴോട്ടുകുളം എന്ന ആ കോർപ്പറേഷൻ വാർഡിൽ നിന്നും ജയിച്ചു വന്നപ്പോൾ സുഗതൻ ഒരു വൻ ഭീഷണിയായി മാറുമെന്ന്, രാഷ്ട്രീയ ഭീഷണിയായി മാറുമെന്ന് ഇടത് നേതാക്കൾ വ്യക്തമായി ധരിച്ചു വെച്ചപ്പോൾ അവർക്ക് സുഗതനെ കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നു. സുഗതനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ, സുഗതനെ കാപ്പ കേസിൽ പിടിച്ച് അകത്തിട്ട് ഒരു 6 മാസത്തേക്ക് ശിക്ഷിക്കാൻ വിട്ടാൽ സുഗതൻ സ്വാഭാവികമായും 3 നഗരസഭാ കൗൺസിൽ പങ്കെടുക്കാനാകാതെ അയോഗ്യനാക്കി മാറ്റപ്പെടും. അങ്ങനെ വന്നാൽ നഗരസഭയിലെ BJPയുടെ ഭൂരിപക്ഷം അത് തുലാസിലാവും. ഇതുതന്നെയായിരുന്നു പ്രതിപക്ഷമായ CPMൻ്റെയും അവരുടെ കുറുമുന്നണിയായ B ടീമായ UDFൻ്റെയും ഒക്കെ ലക്ഷ്യം. CPMന് 26, UDFന് 20. ഇതിൽ ആര് സുഗതന് പകരം വാഴോട്ടുണ്ടെന്ന് മത്സരിച്ചാലും അവരഥവാ ജയിക്കുകയാണെങ്കിലും നഗരസഭാ ഭരണം കിട്ടുക അത്ര സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ
ഇന്ത്യ മുന്നണി കേരളത്തിൽ ഒട്ടും പരിചയമില്ലാത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDF ഭരണപക്ഷവും LDF പ്രതിപക്ഷമായി നിൽക്കുന്ന കേരളത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ അങ്ങനെയാണെങ്കിൽ LDFും UDFും അല്ലെങ്കിൽ CPMും കോൺഗ്രസും ചേർന്ന് നിന്ന് നഗരസഭ ഭരണം വീണ്ടും പിടിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്താം എന്ന ഒരു കണക്ക് കൂട്ടലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് CPM നേതാക്കളെ CPMിലെ മുതിർന്ന കൗൺസിലർമാരെ കൊണ്ടെത്തിച്ചതും. അങ്ങനെയാണ് അവർ ഹൈക്കോടതി മുമ്പാകെ പോകുന്നതും. അതിൻ്റെ സമാന്തരമായിട്ടാണ് സുഗതനെ ഈ ഒരു കാപ്പ കേസിൽ വധശ്രമ കേസുകളിൽ കുടുക്കി പോലീസ് ആകാശത്തേക്ക് നിറയൊഴിച്ച് പിടികൂടിയെന്നൊരു ചിത്രീകരണമൊക്കെ അവിടെ ഉണ്ടാക്കിയെടുത്ത് സുഗതനെ വലിയൊരു ഭീകര കുറ്റവാളി എന്ന നിലയിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴത്തെ കാപ്പ കേസ് ചുമത്തി ജയിലിലടച്ചിരിക്കുന്നത്. എന്തായാലും വിയ്യൂർ ജയിലിൽ സുഗതൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു തടസ്സവുമില്ലാതെ നടക്കും. നമ്മുടെ മേയർ VV രാജേഷ് സുഗതന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കും. അങ്ങനെ സുഗതൻ നേരത്തെ ഇടത് കൗൺസിലർമാർ ഹൈക്കോടതിയെ സമീപിച്ചനുസരിച്ച് പല ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ, ഈ കൗൺസിലർമാർക്കെതിരെ ഹൈക്കോടതിയുടെ ഉത്തരവ് അവർ വീണ്ടും ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ആ ഉത്തരവ് പാലിച്ച് 19 പേർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 20ാമത്തെ ആൾ സുഗതനായിരുന്നു. പക്ഷേ അന്നേരം സുഗതനെ ഇവർ ജയിലിലടക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുഗതന് വിയ്യൂർ ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്.